വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ്, അതിൻ്റെ ലഭ്യത എന്താണ്, വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാനും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉയർത്താനും നാം നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും എനിക്ക് വായിച്ചു നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ശ്രീ CP ജോണിനെയും ശശിഭൂഷണെയും പോലുള്ളവരെല്ലാം ആണ് കേരളത്തിൻ്റെ വിവരശേഖരണത്തിൽ സഹകരിച്ചിട്ടുള്ളത്. അവരെല്ലാം ഈ കാര്യം വളരെ മികച്ച നിലയിൽ കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവരാണ്. ഇവരെ പോലുള്ളവർ തന്നെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും റിസോഴ്സ് പേഴ്സൺസായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തകർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രക്ഷോഭകർക്കും വിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം വിദഗ്ധന്മാർക്കും സാധാരണക്കാരായ മനുഷ്യർക്കുമെല്ലാം വളരെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥിതിവിവര ശേഖരമാണ് ഇത് എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ഇത് പ്രയോജനപ്പെടേണ്ട ഇതിൻ്റെ ഉള്ളടക്കത്തെ ആസ്പദമാക്കി നമ്മുടെ ഭാവി വിദ്യാഭ്യാസത്തെ കരുപിടിപ്പിക്കേണ്ടയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പുതിയ തലമുറയ്ക്ക് ഞങ്ങളൊക്കെ ഏതാണ്ട് ഇതിൻ്റെ കാലഘട്ടപ്പെടുകയാണ്. കാരണം ആ പുതിയ തലമുറയ്ക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ പിറകിൽ ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ പ്രവർത്തിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെ എല്ലാവർക്കും ലഭ്യമാക്കാനും അതിൻ്റെ ഗുണമേന്മ